ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മകളുമായി ചേർത്തല സ്വദേശിയായ വൈദികൻ. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ ഫാദർ ഡേവിഡ് നാനാട്ട് ഒരു പതിറ്റാണ്ടുകാലം റോമിൽ പ്രവർത്തിച്ച സമയത്താണ് മാർപ്പാപ്പയുമായി അടുത്ത് ഇടപെടാൻ അവസരം ലഭിച്ചത്. ഇപ്പോൾ ആലുവ മംഗലപ്പുഴ സെമിനാരിയിലെ അധ്യാപകനായ ഫാദർ ഡോക്ടർ ഡേവിഡ് നാനാട്ട് ചേരും. നമ്മുടെ നാട്ടിൽ 2018 പ്രളയമുണ്ടായപ്പോൾ പാപ്പയെ ആ ദിവസങ്ങളിലാണ് പ്രളയം ഉണ്ടാകുന്ന വാർത്ത അറിഞ്ഞു വരുമ്പോൾ തന്നെ ആ ദിവസങ്ങളിലും പാപ്പയെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൂട്ടത്തിൽ നിന്ന് പാപ്പയോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലിങ്ങനെ വെള്ളപ്പൊക്കമാണ്, ആൾക്കാർ ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ അപ്പോൾ കേരളത്തിലാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ സന്തോഷത്തോടെ അത് കേട്ട് നിന്നിട്ട് അതിനുശേഷമുള്ള ഓഡിയൻസ് ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ ഫ്രാൻസിസ് പാപ്പ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കണം. അവർ പ്രളയം മൂലം അവർ വേദന അനുഭവിക്കുകയാണ്, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഫ്രാൻസിസ് പാപ്പ ജനങ്ങളോട് പിന്നെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നു. അപ്പോൾ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒരു പിതാവെന്നാണ് ഫ്രാൻസിസ് പാപ്പായെ അറിയപ്പെടുന്നത്. അപ്പോൾ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ളതാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ പ്രകൃതിയോടുള്ള സ്നേഹം. ലൗദാത്തോ സി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനത്തിനും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്കും ഉള്ള പല എഴുത്തുകളിലും അദ്ദേഹം പ്രകൃതിയെ സ്നേഹിക്കുക, നമ്മുടെ ലഭിച്ച പ്രകൃതിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന നന്മകൾ പുതിയ തലമുറക്കും നമുക്ക് കൈമാറ്റം ചെയ്യാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ നമുക്കതിനുള്ള കടമയുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെല്ലാം. അപ്പോൾ പ്രകൃതി സ്നേഹമൊക്കെ ഒത്തിരി സ്വാധീനിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ ഫ്രാൻസിസ് പാപ്പായുടെ ചിന്തകളൊക്കെ. ഇങ്ങനെ ഒരു പാപ്പായെ നഷ്ടപ്പെടുമ്പോൾ ഒത്തിരി വേദനയുണ്ട്. എങ്കിലും ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായ ഒരു നല്ല പാപ്പായെ തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്ന അവസാന നിമിഷം വരെ